ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബീഫ് കുറുമയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഗ്രീൻ മസാല ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വ്യത്യസ്ത രീതിയിലുള്ള ടേസ്റ്റാണ്. പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 750 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട 2 കഷ്ണം ചേർക്കുക. പിന്നെ ഒരു 3 ഗ്രാമ്പു ചേർക്കാം. ഇതിലേക്ക് ഒരു 10-12 മുഴുവൻ കുരുമുളകും കൂടി ചേർക്കുക. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കുക്കറിൽ നന്നായിട്ട് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വേവ് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. ഒരു കുഴിവെള്ള പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 2 ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്തിട്ട് നന്നായി ചൂടാക്കുക. പട്ട നന്നായിട്ട് ചൂടായി അതിൻ്റെ മണം വരുന്നത് വരെ ചൂടാക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല ചൂടായ മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സവാള പൊടിയായി ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങുന്നത് വരെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റെങ്കിലും മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. നമുക്ക് ഈ സമയത്തൊരു മസാല അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി കൊറിയാണ്ടർ ലീവ്സ് തണ്ടോടുകൂടി കട്ട് ചെയ്ത് ചേർക്കുക. ഏകദേശം ഒരു അരക്കപ്പോളം ആണ് ഇത്. ചെറുതായി കട്ട് ചെയ്തിടുന്നത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 8-10 പുതിന ഇല ചേർക്കാം. കൂടുതൽ പുതിന ഇല ചേർക്കുന്നത് നല്ലതല്ല, അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനൊരു 8-10 ഇല മാത്രം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില ആയിരിക്കണം. ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇല്ലെങ്കിൽ അത് ചേർക്കാതിരുന്നാൽ മതിയാകും. ഇതിലേക്ക് ഇനി 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക. 2 സവാള ഇതുപോലെ മുറിച്ച് ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ഇനി എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഒരു വലിയ കഷ്ണം പട്ട ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ സവാള മൊരിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് ഇത് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ അരച്ചെടുത്ത ഗ്രീൻ മസാല ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. അത് ഈ മൊരിഞ്ഞ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന മസാല വളരെ കുറച്ച് വെള്ളത്തിലൊന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഈ അരപ്പിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞു വരുന്ന സമയം വരെ നമുക്ക് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം. മീഡിയം ഹീറ്റിൽ മാറ്റിയിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം.
ഇപ്പോൾ എണ്ണയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് പുളിക്കാത്ത തൈര് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ അരപ്പുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. ബീഫ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. പിന്നെ അവസാനം നമുക്ക് പോരാത്ത ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോടു കൂടി ചേർക്കുക. ബീഫ് സ്റ്റോക്ക് ഏകദേശം 1 കപ്പോളം ഉണ്ടാവണം. നമുക്ക് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് സ്റ്റോക്ക് 1 കപ്പ് ഇല്ലെങ്കിൽ പകരം നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ബീഫ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മസാലയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബീഫ് സ്റ്റോക്കിൽ കിടന്ന് ഈ മസാല നന്നായിട്ട് തിക്കാകുമ്പോഴാണ് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളച്ച് വരുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി സ്ക്വയറായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം മിക്സ് ചെയ്ത് മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു 20-25 കശുവണ്ടി കുതിർത്തിയതാണ്. അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ കുക്കായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതുപോലെ ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്യാം. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നല്ല കുറുകിയ ഗ്രേവി ആയിരിക്കും. ഒരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ നല്ലതുപോലെ കുറുകി വരും. ഇപ്പം നമ്മളുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. അപ്പോൾ ഗരം മസാലയൊക്കെ ഈ ഗ്രേവിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ആവും. ഒരു മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതൊരു 10 മിനിറ്റെങ്കിലും മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി നേരം നമ്മളിത് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്താൽ ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ ഒരു ബീഫ് കറിയാണിത്. വളരെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവിക്ക്. നല്ല ക്രീമി ആയിട്ടാണ് അതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ബീഫ് കറിയാണിത്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.